ഇതിൻ്റെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ ചാനലിൽ തന്നെ ഇടുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് സാധാരണ ഏത് ജാം വേണമെങ്കിലും യൂസ് ചെയ്യുക. സ്ട്രോബെറി ആയാലും മിക്സഡ് ഫ്രൂട്ട് ജാം ആയാലും ഏത് ജാം വേണമെങ്കിലും ഇതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ലെയറാക്കി പിന്നെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ സ്ട്രോബെറീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ട്രോബെറീസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ന്യൂട്ടെല്ലയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് ലെയർ ആണെങ്കിൽ അങ്ങനെ ആക്കാം. അതും ടേസ്റ്റി ആയിരിക്കും. ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ജാം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്ട്രോബെറീസ് ആണ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഇതേ മെത്തേഡിൽ മേലെ സ്ട്രോബെറി ജാമും സ്ട്രോബെറീസും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ചീസ് കേക്കാണിത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത സ്ട്രോബെറി ചീസ് കേക്ക്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.